ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കപിലാവതാരം. കുട്ടികളെ, നിങ്ങൾക്ക് സ്വാഗതം. കുഞ്ഞുങ്ങളെ, മഹാവിഷ്ണുവിൻ്റെ പ്രധാന അവതാരങ്ങളെല്ലാം കേട്ടല്ലോ. ഇനി പറയുന്നത് ഭഗവാന്റെ ഒരു അംശാവതാരത്തെക്കുറിച്ചാണ്. സൃഷ്ടിച്ചതിലൊന്നും വിജയം കാണാത്ത ബ്രഹ്മാവ് തൻ്റെ ദക്ഷിണഭാഗത്തു നിന്ന് ഒരു പുരുഷനെയും വാമഭാഗത്തു നിന്ന് ഒരു സ്ത്രീയെയും സൃഷ്ടിച്ചു. അവരാണ് സ്വയംഭവമനുവും ചതുരൂപയും. അവർ യോഗവിധി അനുസരിച്ച് വിവാഹിതരായി. അവർക്ക് 3 കുട്ടികളുണ്ടായി. ഈ സമയത്ത് ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നുണ്ടായ കർദമ മഹർഷി ആശ്രമത്തിൽ കഴിയുകയായിരുന്നു. അച്ഛനായ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിക്കുക എന്നുള്ള ആജ്ഞ അനുസരിച്ച് മനോഹരമായ സരസ്വതീ തീരത്ത് പോയി ഭഗവാനിൽ ചിത്തം ഉറപ്പിച്ച് വളരെ നാൾ തപസ് ചെയ്തു. അവസാനം ഭഗവാൻ എല്ലാ വിഷ്ണു ചിഹ്നങ്ങളോടും കൂടി ഗരുഡൻ്റെ പുറത്ത് പ്രത്യക്ഷപ്പെട്ടു. മഹർഷി ഭഗവാനെ സ്തുതിച്ചിട്ട് ബ്രഹ്മാവിൻ്റെ ആജ്ഞ അനുസരിച്ച് ഗൃഹസ്ഥാശ്രമത്തിൽ കടക്കാൻ ആഗ്രഹിക്കുകയാണെന്നും അങ്ങ് അനുഗ്രഹം നൽകണമെന്നും പറഞ്ഞു. ആത്മാർത്ഥമായി ഭജിക്കുന്ന എൻ്റെ ഭക്തരെ കൈവിടില്ലെന്നും എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുമെന്നും ഭഗവാൻ പറഞ്ഞു. 9 പുത്രിമാരും എൻ്റെ അംശാവതാരമായ ഒരു പുത്രനും ഉണ്ടാകുമെന്നും അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ മറഞ്ഞു. 3-ാം ദിവസം സ്വയംഭവമനുവും ഭാര്യയും 2ാമത്തെ മകളായ ദേവഹൂതിയെയും കൊണ്ട് മഹർഷിയുടെ ആശ്രമത്തിലെത്തി. തപോനിഷ്ഠയോടെ കഴിയുന്ന മഹർഷി അവരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അങ്ങയുടെ ഗുണങ്ങൾ നാരദനിൽ നിന്നറിഞ്ഞ ദേവഹൂതി അങ്ങയെ ഭർത്താവാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു കരാറോടുകൂടി മാത്രമേ എനിക്ക് ഇവളെ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് മഹർഷി പറഞ്ഞു. കുറച്ചുനാൾ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചിട്ട് കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞു. അവസാനം അത് സമ്മതിച്ച് മകളെ നൽകിയിട്ട് മനുവും ഭാര്യയും വളരെ വിഷമത്തോടെ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. സതി ശിവനെ എന്ന പോലെ ദേവഹൂതി കർദമനെ പരിചരിച്ച് കഴിഞ്ഞു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ കർദമൻ അവളിൽ സംപ്രീതനായി. നിൻ്റെ ഏതാഗ്രഹവും സാധിച്ചു തരാമെന്ന് പറഞ്ഞു. പുത്രഭാഗ്യമാണ് എനിക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞു. ഉടൻ തന്നെ മഹർഷി തൻ്റെ തപശക്തി കൊണ്ട് ആവശ്യപ്പെടുന്നതെല്ലാം തരാൻ കഴിവുള്ള ഒരു രാജകീയ വിമാനം വരുത്തി. എന്നിട്ട് 2 പേരും സരസ്വതി നദിയിൽ മുങ്ങി. പൊങ്ങിയപ്പോൾ അവർ 2 പേരും ആരോഗ്യവും സൗന്ദര്യമുള്ള ചെറുപ്പക്കാരായി മാറി. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ആ വിമാനത്തിൽ അവർ കയറി അനേകനാൾ സഞ്ചരിച്ച് അവർ തിരിച്ച് ആശ്രമത്തിലെത്തി. വളരെ വർഷം സന്തോഷത്തോടെ ജീവിച്ചു. യഥാകാലം അവർക്ക് 9 പുത്രിമാർ ജനിച്ചു. അപ്പോൾ നേരത്തെ മഹർഷി പറഞ്ഞ കരാർ അനുസരിച്ച് സന്യാസ ജീവിതത്തിലേക്ക് പോകാൻ ഒരുങ്ങി. അങ്ങ് വനത്തിൽ പോകുന്നതിന് മുൻപ് എനിക്കൊരു പുത്രനെ കൂടി നൽകണമെന്ന് അവൾ അപേക്ഷിച്ചു. അവളുടെ അപേക്ഷ കർദമൻ സ്വീകരിച്ചു. താമസം കൂടാതെ ഭഗവാൻ ഹരി നിൻ്റെ ഉദരത്തിൽ ജനിക്കുമെന്നും പറഞ്ഞു. ദേവഹൂതി വിഷ്ണുവിനെ ഭജിച്ച് ജീവിച്ചു. പിന്നീട് അവൾ ഗർഭിണിയായി. അങ്ങനെ മനുപുത്രിയിൽ ഭഗവാൻ ജനിച്ചു. ആ സമയം ബ്രഹ്മാദി ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി. വാദ്യങ്ങൾ മുഴക്കി. മഹർഷിമാരും മുനിമാരുമെല്ലാം എത്തി. ബ്രഹ്മാവ് സ്വന്തം പിതാവായ തൻ്റെ ആഗ്രഹം സാധിച്ചതെന്ന മകനായ കർദമ മഹർഷിയെ പുകഴ്ത്തി. അത് കഴിഞ്ഞ് മഹർഷി പുത്രിമാരെ എല്ലാം വിവാഹം കഴിച്ച മാരീചാതി മുനികൾക്ക് നൽകി. നാരായണസ്വാമി നിൻ്റെ പുത്രനായി ജനിച്ചു. ഇവൻ കപിലാചാര്യൻ എന്ന പേരിൽ അറിയപ്പെടും. ഇവൻ നിൻ്റെ അജ്ഞതയും സംശയങ്ങളും എല്ലാം തീർത്ത് സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റും. ഇവൻ ലോകമെല്ലാം സഞ്ചരിക്കും. സാഖ്യാചാര്യനും സിദ്ധഗണത്തിൻ്റെ അധീശനും നിനക്ക് കീർത്തി ഉണ്ടാക്കുന്നവനുമായി തീരുമെന്നെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് ബ്രഹ്മാവും കൂട്ടനും പോയി. കർദമ മഹർഷി വിഷ്ണുവായ തൻ്റെ മകനെ സ്തുതിച്ചിട്ട് സന്യാസത്തിന് അനുവാദം ചോദിച്ചു. അങ്ങ് എന്നെ എപ്പോഴും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. കർദമൻ അവിടെ നിന്ന് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് വനവാസത്തിന് പോയി. കപിലനും അമ്മയും കൂടി ആശ്രമത്തിൽ താമസിച്ചു. കുഞ്ഞുങ്ങളെ, ഭഗവാൻ കപിലനായി അവതരിച്ച കഥ കേട്ടല്ലോ. ലോകത്ത് സാങ്കേശാസ്ത്രം പ്രചരിപ്പിക്കാനും അമ്മയെ സംസാരസാഗരത്തിൽ നിന്ന് മോചിപ്പിക്കാനുമുള്ള ഉപദേശം നൽകാനുമാണ് ഭഗവാൻ അവതരിച്ചത്. അടുത്തത് കപിലൻ അമ്മയ്ക്ക് നൽകുന്ന ഉപദേശം പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഹരി ഓം തത് സത്.